ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു സാൽമൺ ഫിഷ് കറി ഉണ്ടാക്കിയാലോ? ഞാൻ എപ്പോഴും സൂപ്പർ സ്റ്റോറിൽ നിന്നും ഫ്രോസൺ സാൽമൺ വാങ്ങുന്നത്. ഇത് ഫ്രഷ് സാൽമൺ പീസസിനേക്കാളും ചീപ്പറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കിന്ന് എങ്ങനെ റിമൂവ് ചെയ്യും, അതേപോലെ തന്നെ ഫിഷ് പൊടിഞ്ഞു പോകാതെ എങ്ങനെ കട്ട് ചെയ്യാം എന്നതാണ്. ഞാൻ സാൽമൺ ഫിഷ് ഫ്രോസനായി ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ ചെത്തിക്കളയും. എന്നിട്ട് അതിൻ്റെ ഹെഡ് ഭാഗത്ത് നിന്ന് വലിക്കുമ്പോൾ സ്കിൻ ഈസിയായി റിമൂവ് ചെയ്യാം. പക്ഷേ രണ്ട് സൈഡും കട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ സ്കിന്ന് പീല് ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രിച്ചിൽ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം കുറച്ചൊരു വഴുവഴുപ്പ് പോലെ കാണും. പക്ഷേ സംടൈംസ് അതൊരു തുണി കൂട്ടിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കൂട്ടിയോ നമ്മൾ പിടിച്ചിട്ട് വലിച്ച് ഊരി എടുക്കേണ്ടി വരും. അങ്ങനെ വലിച്ച് രണ്ട് സൈഡും സ്കിന്ന് റിമൂവ് ചെയ്ത ശേഷം അത് പിന്നെ തണുപ്പ് പോകാനായിട്ട് വയ്ക്കും. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് തണുപ്പെല്ലാം പോയി കഴിയുമ്പോൾ അത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തെടുക്കും. അതിനു മുമ്പ് സ്കിന്ന് രണ്ട് സൈഡിൽ നിന്നും വലിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫിഷ് നന്നായി വാഷ് ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസസും എടുത്ത് റണ്ണിങ് വാട്ടറിൽ നമ്മൾ ഒന്നുകൂടെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കും. എന്നിട്ട് എപ്പോഴും നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി, ചട്ടി ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും ചേർത്ത് കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കുക. അത് അതിലെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് വച്ചിരിക്കും ആ മീൻകറിക്ക് ആവശ്യമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ മീൻകറിയിൽ ചേർക്കുകയുള്ളൂ. മല്ലിപ്പൊടി എപ്പോഴും ഒരു അല്പം മല്ലിപ്പൊടി ചേർക്കുന്നത് മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇച്ചിരി ചേർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നന്നായിട്ട് പൊടികളെല്ലാം ഇട്ട് നമ്മൾ വഴറ്റി അത് വഴണ്ട് വരുമ്പോൾ അതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫിഷ് എല്ലാം ഇട്ട് മൂടി വെച്ച് വേവിച്ച് എടുക്കുക. നമ്മുടെ ഫിഷ് കറി